ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ തത്വത്തിൽ കേട്ടിട്ടുണ്ട്, വായനയിലൂടെയും ഒരുപാട് അറിഞ്ഞിട്ടുമുണ്ട്. മരണത്തിന് ശേഷമുള്ള മരണാതീത ജീവിതത്തിനെ കുറിച്ച് അറിയാത്തടത്തോളം കാലം ഒരു ജീവിതത്തിൽ നിന്ന് കടന്നുപോയി ഈ ഭൂമിയിൽ തന്നെ അപ്രത്യക്ഷരായ ആൾക്കാരെക്കുറിച്ച് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് മോശമായ വാക്കുകളിലൂടെ ആയിരിക്കത്തില്ല. അതിരിക്കെ ഇപ്പോൾ രേണുസുതിയുടെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ലാസ്റ്റ് ഒരു മറ്റേ ശാരിക എന്ന് പറഞ്ഞ അവരുടെ ആങ്കറിനോടൊപ്പം ചേർന്ന് പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ പലർക്കും അതിനോട് ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകും. സമൂഹത്തിൻ്റെ പൊതുബോധം ചിലപ്പോൾ അതിനെതിരെയായിരിക്കും. എന്നാലും ആ സ്ത്രീ ആരെ ശല്യം ചെയ്യാത്തടത്തോളം കാലം, ആരെയും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്തടത്തോളം കാലം നമുക്കതും അവരൊരു തെറ്റെന്നോ ഒരു വലിയൊരു ഒഫൻസ് ആണോ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും രേണുവിൻ്റെ, അതായത് സുധി എന്ന് പറയുന്ന നമ്മുടെ യശസ്വരനായ മനുഷ്യൻ്റെ ഈ മരണത്തിന് ശേഷം, ഇത്തരം കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ പബ്ലിക്കിലേക്ക് വന്നുകൊണ്ട് അവർ പേര് പബ്ലിക്കിൽ പറയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ചാനലിന് കൊടുത്തൊരു അഭിമുഖം, ഈ ഒരു അഭിമുഖത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വോയിസ് കോൺവെർസേഷൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം ഒരു ചോദ്യമായി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതായത് ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ വിധവയായി ജീവിക്കുന്ന ഒരു സ്ത്രീ, മറ്റത് വിവാഹ ബന്ധം വേർപെടുത്തിയതാണ്, ഇപ്പം വിധവയായി ജീവിക്കുന്ന സ്ത്രീ, അവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ അവർ ചിലപ്പോൾ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് കോടതികളും പോലീസ് നിയമ സംവിധാനം എന്നിരിക്കെ ഈ സോഷ്യൽ മീഡിയ ഈ വിഴുപ്പ് അലക്കലുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. അറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യുക. ആ സ്ത്രീയെ ജീവിക്കാൻ വിടുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് പറയാം. പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവറോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു ഇൻ്റർവ്യൂവർ ആയിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യം ഇപ്പോൾ അവർ ചെയ്തെന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ഇതായിട്ട് ചോദിക്കുന്നതാണ്, മാന്യമായിട്ട്. അയാൾ ഇത്രയായത് ആദ്യമായിട്ട് എന്റെ അമ്മയുടെ വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ. എന്റെ ഔദാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് ഇപ്പോഴും. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണമൊന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിംഗിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു സുധി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവർ ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനകത്ത് ജീവിച്ചിരുന്ന സമയത്തുള്ള നമ്മുടെ സുധി എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം കലാകാരൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മറ്റൊരു കലാകാരിയായി വന്നു കയറി ആ സ്ത്രീ അവർ അദ്ദേഹത്തിനോട് എന്താണ് അങ്ങോട്ട് കയറി ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായിട്ടൊക്കെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, അത് നീ എന്തിനാ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്ന അടക്കം ചോദിച്ചൊരു മാന്യത ആൾ കാണിച്ചു എന്നുള്ള കാര്യമാണ് ഈ സ്ത്രീ പറയുന്നതിൽ വോയിസിനിടയ്ക്ക് വരുന്നുണ്ട്. ആ സ്ത്രീയും അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവർ കൊല്ലത്ത് തന്നെ കോടതിയിൽ വെച്ചിട്ട് അത് വിവാഹബന്ധം വേർപെടുത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്തുകൊണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ പോലും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ, അയാൾ ജീവനോടെ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അയാളെ ഇങ്ങനെ ആരോപണത്തിൻ്റെ മുൾമുരയിൽ നിർത്തുമ്പോൾ അയാൾ മരണപ്പെട്ടു പോയി. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തികളും മരണം ഒരു വ്യക്തിയെ മാന്യനാക്കുന്നതോ മഹോന്നതനാക്കുന്നതോ ഇല്ല. തെറ്റുകളായിട്ട് നിലനിൽക്കും. അത് ചരിത്രം അങ്ങനെ തന്നെയാണ്. ഹിറ്റ്ലറിനെ നമുക്ക് അറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് പല ആൾക്കാരെ അറിയാം. APJ അബ്ദുൽ കലാമിനെ നമുക്കറിയാം അല്ലേ. അപ്പം രണ്ട് തരത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കാണുള്ള ആൾക്കാർ. എങ്കിലും ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇപ്പം നിലവിൽ വളരെയധികം പീക്കിൽ റീച്ചിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അറിയുന്നൊരു എൻ്റെ ഒരു സംശയം മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പം രേണു സുധി സ്വാഭാവികമായിട്ടും എൻ്റെ അറിവിൽ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ ഡയറക്റ്റായിട്ട് തന്നെ നല്ല പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അതിന് ഇവർ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇനി ഈ ആരോപണം ഉന്നയിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ, അവർ ഈ ഒരു പബ്ലിക് ഈ ഒരു സാധനം ഇപ്പോഴും ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്കൊരു അറ്റൻഷന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യം ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ രേണു സുധി, ശാരിക, ഈ പറയുന്ന ഈ സ്ത്രീ, ഇവരൊക്കെ ചില ബിഗ് ബോസിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കയറി പറ്റാനുള്ളൊരു പരിപാടിയാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം ഞാനൊക്കെ ഇത് കുറേ കണ്ടതാണ്, കുറേ കാലം കൊണ്ട്. BB തുടങ്ങുന്നതിന് തൊട്ടും ഓഗസ്റ്റിൽ BB തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടുണ്ടാകുന്ന പല കോൺട്രവേഴ്സീസും മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള കാര്യം, TRP TVR റേറ്റിംഗ് കയറ്റാൻ പറ്റും എന്നുള്ള കാര്യം കമ്പനിക്കും അറിയാമെന്നിരിക്കെ ഇതൊക്കെ നടക്കും. ഓക്കെ, കേൾക്കാം. ഞാൻ ഈ സംസാരത്തിലാണ് പോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരേന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല.
എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവൽ മേടിക്കുന്ന ഇഷ്ടമല്ല, പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാൻ ഇഷ്ടമല്ല, പുള്ളിയുടെ ഭാര്യയുടെ ലേബലും എനിക്ക് ഇഷ്ടമല്ല. വിവാഹ ബന്ധത്തിൽ നിന്നും മോചിതയായി. ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും മോചിതയായ സ്ത്രീയോ പുരുഷനോ ആ ഒരു വ്യക്തിയുമായിട്ട് പിന്നെ വ്യക്തിബന്ധങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സൂക്ഷിക്കാം. വിദേശ രാജ്യങ്ങളിൽ മറ്റുള്ള വിവാഹ ബന്ധം വേർപെടുത്തിയിരുന്നാലും മക്കളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായിട്ട് നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ നാട്ടിലും പലരും വിവാഹ ബന്ധം വ്യക്തി ജീവിതത്തിൽ അഥവാ ദാമ്പത്യ ജീവിതം നമ്മുടെ ഔദ്യോഗികപരമായിട്ടുള്ള എഴുത്തുകുത്തുകളിലുള്ള ദാമ്പത്യം അവസാനിപ്പിച്ചാലും വളരെ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ സ്പിരിറ്റ് എന്നുള്ള സിനിമയിൽ നമ്മൾ കാണുന്നു മോഹൻലാലും അതുപോലെ തന്നെ കനിക എന്ന് പറയുന്ന അവരുമായിട്ടുള്ള ആ ഒരു സംഭവം. ആ ഒരു രീതിയിൽ ഇന്നും സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വിവാഹ ബന്ധത്തിന് ശേഷം ബന്ധം വേണ്ടെങ്കിൽ വേണ്ട, രണ്ട് വ്യക്തികളായിട്ട് മാറി വേറെ ഒരു ചങ്ങലപ്പൂട്ടോ താലിയുടെ ബന്ധമോ അല്ലെങ്കിൽ മറ്റേ 16 അടിയന്തരത്തിന്റെ ബന്ധമോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ലേബലും വേണ്ട, അയാളുടെ പേരും ഇവർക്ക് കേൾക്കേണ്ട, അയാളുടെ പേര് ഉച്ചരിക്കുന്നതും ഫ്രഷ് പോലെയാണ് എങ്കിൽ എന്ത് കാരണത്താലാണ് ഈ സമയത്ത് ഈ ഒരു കാര്യവുമായിട്ട് ഇങ്ങനെ പല ഗുരുതരമായിട്ട് ഈ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് എതിരെ നിങ്ങൾ വരാനുള്ള സാഹചര്യം? എനിക്ക് രേണു സുധിയോ അല്ലെങ്കിൽ ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയോ ഒന്നും കൊണ്ട് തന്നിട്ടൊന്നുമില്ല. അവരെ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുകയും അവരെ പൂർണ്ണമായിട്ട് ആക്രമിക്കുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കാൻ ഒരു സഹജീവി എന്നുള്ള രീതിയിൽ ചേർന്ന് നിൽക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് അവർ മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ലോജിക്ക് തോന്നുന്നില്ല. എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പുറകെ പോയെന്ന്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് എന്റെ ഫോണിലാണ് വരുന്നത്. ആ വ്യക്തിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്നല്ല, അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതിനകത്ത് മുഖം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം ഒഴിച്ചാൽ രണ്ടാമത് അവരെ പേരും പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? മുഖം കാണിക്കുന്നില്ല, പേരും പറയുന്നില്ല. ഓക്കെ, നേരിട്ട് വന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ജീവിത സാഹചര്യത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഏതായാലും അവരുടെ ജീവിത സാഹചര്യത്തിനെ കുറിച്ച് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അവർ മറയിൽ നിന്നുകൊണ്ട് അവരുടെ മുഖം കാണിക്കാതെ അവർ ശബ്ദം മാത്രം കൊടുത്തുകൊണ്ട് അവരുടെ പേര് പോലും പബ്ലിക്കിൽ പറയാതെ പറയുന്നു. എന്നാൽ അവർ പറയുന്ന പേരുകളോ രേണു സുധി, കൊല്ലം സുധി എന്നുള്ളവരുടെ പേരുകളടക്കം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പേരുകളും അവരുടെ മേൽവിലാസം നല്ലതോ ചീത്തയോ ആരുമായിക്കോട്ടോ. ഈ നല്ലതിനെയും ചീത്തയും ഇവിടെ മാർക്കിടാൻ വേണ്ടിയിരിക്കുന്ന ജഡ്ജി ഒന്നുമല്ല, എന്നെപ്പോലുള്ള യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾ. സത്യം പറഞ്ഞ ജസ്റ്റ് ഫോർ എന്താ പറയുക, മേക്കിംഗ് മണി ആൻഡ് സംതിങ് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു. അതിനപ്പുറത്ത് ആധികാരികതയുടെ വലിയ വാഗ്ധോരണി അടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നീതി ന്യായം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്ന കോടതികളോ പോലീസ് സ്റ്റേഷനോ സംവിധാനമോ നിയമ സംവിധാനം ഒന്നുമല്ല യൂട്യൂബ് ചാനലുകൾ. അപ്പൊ യൂട്യൂബ് ചാനലുകൾ വന്നിരുന്നുകൊണ്ട് വാഗ്ധോരണി അടിച്ച് ചർച്ചയാക്കുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ചേതോവികാരം എന്താണ്? ഒരു സ്ത്രീ അവർ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെ ശരീരം വിറ്റ് തിന്നുന്നില്ല, അല്ലെങ്കിൽ സമൂഹത്തെ ശരീരം വിറ്റ് തിന്നുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്, അവർ ചെയ്യട്ടെ. അവർ കുറെ മോഡലിംഗ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നു, അവരുടെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ എഴുത്തുകൾ ഏറ്റവും കൂടുതൽ എഴുതാൻ, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കാത്തവനൊക്കെ വെറും പാഴാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കാർമ്മികം പോലെ വീർപ്പ് മുട്ടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ വ്യർത്ഥമാണ്, ഗുണമില്ലാത്തതാണ്, നാശമാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവർ ജീവിക്കാൻ വിടുക എന്നുള്ളത് മാത്രമാണ്. അവരെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. ഞാനിപ്പോ ക്യാമറയെ നോക്കി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവാണേ. ഞാനത് എന്താണെങ്കിലും എന്റെ ഫോണിലും കൂടെ റെക്കോർഡ് ആക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഈ ആങ്കറിനോട് ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം ഇവരുടെ പല വീഡിയോസ് എനിക്ക് കണ്ടിട്ട് അവരുടെ ആ ഒരു നിലപാടുകൾ കണ്ടിട്ട് അവർ പറയുന്ന രീതികൾ കണ്ടിട്ട് അത്യാവശ്യം സത്യം പറഞ്ഞാൽ സാമൂഹിക ബോധം അല്ലെങ്കിൽ ഈ പൊതുബോധത്തിന് എതിരായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറുതായിട്ടെങ്കിലും ഒരു മനുഷ്യപ്പറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ ആങ്കർ. അവരുടെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ അവർ ഇപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയോട് ഒന്ന് ചോദിക്കണം കേട്ടോ. ഇതിലൂടെ ഈ ഒരു കാര്യം പുറത്ത് വന്നതിലൂടെ ഒരു സ്ത്രീയെ കൂടുതൽ ആക്രമിക്കാൻ കുറച്ച് സാഹചര്യം ഒരുക്കുന്നതിനപ്പുറം ആ മറയിൽ നിന്നുകൊണ്ട് പേര് പറയാത്ത അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി ഇരുന്ന് പറയുന്ന ഒരു കാര്യത്തിന് മറ്റ് 2-3 വ്യക്തികളുടെ പേര് പബ്ലിക്കിലേക്ക് പറയുന്നതിന് നിങ്ങളൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുമ്പോഴേക്കും അത് എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള തെറ്റാണ് എന്നുള്ളൊരു കാര്യം ദയവായി മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ് കേട്ടോ. നാളെ നിങ്ങൾ ഈ പറയുന്നത് പിൻവലിച്ചാൽ നമ്മൾക്കത് നമ്മളുടെ ചാനലിനെയും ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്താണ് എന്നെ വിളിച്ചിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം? ചേച്ചി കൊല്ലം സുധിയുടെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ മുന്നേ നിന്ന ചാനലില് എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി തന്നെ ആങ്കറായിട്ട് വേറെ ചാനലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് ചുരുക്കി പറയാം. പറഞ്ഞോളൂ. ഓൾമോസ്റ്റ് എല്ലാം കൂടി പറയാനായിട്ടും കേൾക്കാനായിട്ടുള്ള സമയം അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കമന്റ് ബോക്സിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ കമന്റ് ചെയ്യും, ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഇവർ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്ന അവർ തന്നെ സ്വയം അവകാശപ്പെടുന്ന നിങ്ങളിൽ ആർക്കൊക്കെ ഇവരറിയാം?
ഈ പറയുന്ന ഈ സുധിയുടെ മുൻ ഭാര്യ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അറിയുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ സെർച്ച് ചെയ്തു എന്നിട്ട് കിട്ടുന്നില്ല. എനിക്കറിയില്ല ഇതാരാണെന്ന്. നിങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യും. ഈ പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങൾ അറിയില്ല. ഓക്കെ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ഇവരെ പേര് പറയത്തില്ല, പക്ഷെ അവർക്ക് പറയാനുള്ളത് സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ്. സുധിയുടെ പേരും പറയാം, രേണുവിന്റെ പേരും പറയാം, അതൊന്നും പ്രശ്നമേ അല്ല. നോ ഒഫൻസ്. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ നാണം കെടുത്തണമെന്നുള്ള ഇന്റൻഷൻ ഇല്ല, അവരെ ഇമേജിനെ ബാധിക്കണമെന്നുള്ള ഇന്റൻഷൻ ഇല്ല. പിന്നെ എന്താണ് ഇതിന്റെ ഇന്റൻഷൻ? ഇതാ ഈ ടൈറ്റിൽ നമ്മൾ വായിക്കാം. രേണുവിന്റെ മെസ്സേജ് അന്ന് സുധിയുടെ ഫോണിൽ കണ്ടതാണ് ഡിവോഴ്സിന് കാരണം എന്ന് പറയുന്നു. അതായത് രേണുവിന്റെ മെസ്സേജ് കാരണമാണ് ഇവരുടെ ജീവിതം തകർന്നത് എന്നുള്ള അടക്കം ആ രീതിയിലാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ പിന്നെ മറ്റൊരാൾ ടാർണിഷ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്ന സംഭവം വളരെ വളരെ എവിഡന്റ് അല്ലേ? കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. സുധിയുടെ വൈഫ് ആയിരുന്നു എക്സ്. ഓക്കെ. അതിനുശേഷം അവർ ആ ജീവിതത്തിൽ നിന്നും രണ്ടുപേരും മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആയി. അപ്പോൾ അവർ ഡിവോഴ്സി ആയിട്ട് അവർ നിൽക്കുന്നു. അങ്ങനെ 2 വ്യക്തി ബന്ധങ്ങൾ വേർപ്പെടുത്തി 6-6-6-6-ലധികം വർഷങ്ങൾ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇപ്പോഴെന്താണ് ഒരു ബോധോദയം ഉണ്ടായത്? കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഡിവോഴ്സ് ആയി ലോകത്ത് ഈ ഡിവോഴ്സ് ആയി എല്ലാവരും അല്ല കേട്ടോ, എന്നാലും ബഹുഭൂരിപക്ഷം ഡിവോഴ്സ് ആയിട്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണോ ഒരു പെണ്ണോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും ചിലപ്പോൾ അവരെ മറ്റൊരാളെ കുറിച്ച് മോശം പറയുന്നതിനപ്പുറം നല്ലത് പറയാൻ ആരെയും ശ്രമിക്കൂടെ? ഇനി അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വന്ന രേണു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തി അധിക്ഷേപമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിനെയാണ് ടാർണിഷ് വ്യക്തി അധിക്ഷേപം തന്നെയാണ്. രേണു സുധി ഇവർ 6 വർഷം കഴിഞ്ഞിട്ട് ഈ രേണു സുധിയുമായിട്ട് ജീവിതം ഒരുപാട് കാലം പിന്നിട്ട് പോയ സമയത്തൊന്നും ഇവർ ഇതിനെക്കുറിച്ച് എന്താ പറയാത്തത്? എന്തുകൊണ്ട് ഈ 6 വർഷം കഴിഞ്ഞ് സുധിയുടെ മരണവും കഴിഞ്ഞ് അവരിപ്പം അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് മറ്റുള്ളവരുടെ തെറിയും ഒക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴെന്തിനാണ് ഇത്രയും വലിയ വർത്തമാനം പറയാൻ വേണ്ടി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പേരും ഐഡന്റിറ്റി എല്ലാം മറച്ചു വെച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഇന്റൻഷൻ? നിങ്ങൾ പറയുന്നു ഒരു ബാഡ് ഇന്റൻഷൻ ഒന്നുമില്ല, എന്നിട്ട് പറയുന്നു സുധിയുടെ ഇവരുടെയും ജീവിതം തകർത്തത് അവരാണെന്ന്. ആര്? ഈ രേണു സുധിയാണെന്ന്. ഇതിന്റെ എന്താണ് എവിഡൻസ്? ഇത് പബ്ലിക്കിന് ഇതെങ്ങനെ അറിയാം? നിങ്ങൾ ഈ വന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയുമ്പോൾ ഒരാളെ മോശക്കാരിയാക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ മരണപ്പെട്ട മനുഷ്യനെ മോശപ്പെടുത്താൻ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള തെളിവുകൾ പബ്ലിക്കിൽ കൊടുക്കാനുള്ളത്? അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെയല്ല സംഭവിച്ചത്. നിങ്ങളെ വ്യക്തിപരമായി ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ചെവിയിലോ പബ്ലിക്കിൻ്റെ ഇടയിലോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇടയിലെങ്കിലോ പറഞ്ഞ കാര്യം നിങ്ങളിൽ തെളിവായിട്ട് എവിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, എവിഡൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് ലീഗലായിട്ട് അവർക്കെതിരെ FIR ഇടുന്ന അല്ലെങ്കിൽ ലീഗലായിട്ട് കാര്യം മൂവ് ചെയ്യുന്നില്ല? എന്നെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, ഡിഫമേഷൻ സൂട്ട് എന്തുകൊണ്ട് ഫയൽ ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല? ആ സോഷ്യൽ മീഡിയക്കകത്തൊന്നും ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ? എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. മിമിക്രി ഫീൽഡിലോട്ട് ഈ പറഞ്ഞ സുധിയാണ് ഇവരെ കൊണ്ടുവരുന്നതും. അപ്പോൾ പിന്നീട് ഇവരുടെ കുറേ വസ്തുക്കളൊക്കെ വിറ്റിട്ടാണ് ഇവർ നന്നായിട്ട് ജീവിച്ചതെന്നും കൊല്ലത്തേക്ക് വരുന്നതെന്നും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ അവരാരടുത്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഇത് മറ്റേ ഈ അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു, പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്?
2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്. ആ ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങള് സ്നേഹിച്ച കല്യാണം നടന്നത് കൊല്ലം മാടനര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നതിനെ കുറിച്ചൊക്കെ ഇനി എന്ത് പ്രസക്തിയാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, മരണപ്പെട്ട മനുഷ്യന്റെ 6 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇവർ ഡിവോഴ്സ് ആയിട്ട് മാറി പോയൊരു സ്ത്രീയാണ്. ഇവരെന്തിനാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ആധികാരികമായിട്ട് ചെയ്യാൻ നിൽക്കുന്നത്? ഇടയ്ക്കുണ്ടോ? ഞാനിപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാവരും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് കണ്ടു. അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണം അല്ല പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്? എന്നെ കുറിച്ച് പുള്ളിക്കാരത്തി അതായത് രേണുസുധി ഈ പറയുന്ന സുധിക്ക് അന്ന് മെസ്സേജ് എന്തോ അയച്ചു, ഇവരത് കണ്ടു. ആ ഒരു കാരണം കൊണ്ട് പിന്നീടുണ്ടായ പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇവരുടെ ഡിവോഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. ഡിവോഴ്സ് ആയില്ലേ, 2 ജീവിതങ്ങൾ മാറിയില്ലേ, അദ്ദേഹം മരണപ്പെട്ടില്ലേ, നിങ്ങൾ വേറൊരു വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങളും പോയില്ലേ. ആ രേണുസുധി എന്ന് പറഞ്ഞാൽ അവർ സ്ട്രഗിൾ ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമല്ലേ. ആ 2 കുട്ടികളെ വളർത്തുന്നില്ലേ, കുറേ അധികം ആൾക്കാരുടെ തെറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ കേട്ട് മുന്നോട്ട് പോകുന്നില്ലേ, അവിടെ അവർ ഫേസ് ചെയ്യുന്നില്ലേ. പിന്നെ എന്ത് കാരണത്തിലാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, നിങ്ങൾ എന്താണ് പബ്ലിക്കിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? രേണുസുധി കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത് എന്നുള്ളതാണോ? ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ സുചേട്ടൻ വീട്ടിൽ പോയി. അതിനുശേഷം പിന്നീട് നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞിട്ടാ ഡിവോഴ്സ്? കുറെ തവണ ആളുകൾ വീട്ടിൽ നിന്ന് സംസാരിച്ചില്ല. ആദ്യം പുള്ളി കിച്ചുനെയും കൂട്ടിയിട്ട് കുറെ പ്രാവശ്യം വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ താല്പര്യം ഇല്ലാന്ന് ആ ഒരു നിലപാടിൽ തന്നെ ഞാൻ നിന്നു. എനിക്ക് താല്പര്യം ഇല്ലാന്ന് തന്നെ നിലപാടിൽ നിന്നു. അത് കഴിഞ്ഞ് സുധി വീട്ടിലൊത്തുതീർപ്പിന് സുധിയും കിച്ചും കൂടിയാണ് വരുന്നത് എപ്പോഴും. അപ്പൊ ഞാൻ ഇറങ്ങി വെളിയിൽ പോകും, കാരണം എനിക്ക് സംസാരിക്കാൻ കൂടി താല്പര്യമില്ലായിരുന്നു. ഞാൻ ഇറങ്ങി വെളിയിൽ പോകും. ഇനി ഇവർ കുറെ നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ഞാൻ പുള്ളിയൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മയെ വിളിച്ച് ചോദിക്കും പോയോന്ന്, എന്റെ ചുറ്റിൽ നിന്ന് പറയും. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ പറയുന്ന ഫാമിലി ഓക്കെ അല്ലേ? ഇപ്പൊ ചേച്ചി എപ്പോഴെങ്കിലും കൊല്ലത്തിന്റെ വീട്ടിൽ വരുമ്പോ എന്റെ വീട്ടില് ഇപ്പോഴും ഇരിപ്പുണ്ട് ഞങ്ങളുടെ ഫോട്ടോസ്, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഫോട്ടോസ്, കോമഡി സ്റ്റാർസിന്റെ ഫോട്ടോസ്. ഇതൊക്കെ എന്തിനാണിത് പറയുന്നുള്ള കാര്യം ദയവായി മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയവരൊന്ന് പറയുക. മരണപ്പെട്ടൊരു വ്യക്തിയെ കുറച്ച് കാലത്തിന് ശേഷം അവരുടെ ലൈഫിൻ്റെ അകത്ത് ഞാൻ അയാളെ വിവാഹം കഴിച്ചിരുന്ന ആളായിരുന്നു, ഞാൻ എന്നിട്ട് ഡിവോഴ്സ് കഴിഞ്ഞു, രേണുസുധി കാരണമാണ്. ഇതിനകത്ത് ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുഴച്ചു നിൽക്കുന്ന വെച്ചാൽ ഇവരെക്കുറിച്ച് അനാവശ്യമായിട്ട് രേണു ആരുടെ എന്തൊക്കെ മോശം പറഞ്ഞു എന്നുള്ളതാണ്. അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് മൂവ് ചെയ്യേണ്ടത്. യൂട്യൂബിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയക്കകത്തുള്ള ആൾക്കാർ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തെരുവിളി കേൾക്കാന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കൂ? രേണു ഇപ്പം മാത്രമല്ല ആണുങ്ങളുമായി അഴിഞ്ഞാട്ടം പണ്ടേ ഈ സ്വഭാവമുണ്ട്. ഇത് പുറത്തു കൊണ്ടുവന്ന ശരണ്യയ്ക്ക് ബിഗ് സല്യൂട്ട്. ഓക്കെ, ഈ ആങ്കറിൻ്റെ പേരാണ് ശരണ്യ. ഓക്കെ, രേണുവിന് കുറച്ച് തെറിവിളി കേൾക്കണം. അപ്പോൾ ഒരു കുടുംബം തകർത്തിട്ടാണ് സുധിച്ചേട്ടനൊപ്പം കൂട്ടിയത്. കൊള്ളാൻ രേണു ചേച്ചി, അടിപൊളി. ഈ ഫീൽഡുള്ളവന്മാരെല്ലാം ഇങ്ങനെയാണ്. ആരാധകരാവാൻ ഇവന്മാരെ വലിയ ആളല്ല. സത്യം എന്നാണെങ്കിലും പുറത്ത് വരും. സത്യം പറയുന്നത് കലരുന്ന കാലമാണ്. അവതാരികയ്ക്ക് അഭിനന്ദനങ്ങൾ. ഓക്കെ, സുധിയെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി കിട്ടി. കണ്ടോ, സുധിയെക്കുറിച്ച് മതിപ്പുണ്ടായിരുന്നത് പോയി കിട്ടി. രേണു ഇവളെ ചതിച്ചു, രേണുവിനെ ദൈവം ചതിച്ചത് നേടിയൊന്നും കാണില്ല സത്യം എന്ന ആൾക്കാർ ആണായിട്ട് പറയുന്നു. അപ്പോൾ സുധി കല്യാണരാമനായിരുന്നു. സത്യസന്ധമായ വാക്കുകളാണ്, സ്വന്തം തെറ്റുകൾ പോലും മറച്ചു വയ്ക്കുന്നില്ല. സുധി രേണുവും കൂടി ഫേമസ്. ഓക്കെ, എനിവേ എന്തായിരുന്നാലും അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാനിത് പറയുന്നതോടുകൂടി നമ്മളെ തെറി വിളിക്കാൻ ആൾക്കാർ എത്തും എന്നുള്ള കാര്യം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്നും മറച്ചു വയ്ക്കണ്ട, നിങ്ങൾ വിളിച്ചോളൂ. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. അനുഭവം, ജീവിതം, ഒരുപാട് ജീവിതങ്ങൾ കണ്ടതിൻ്റെ കാഴ്ചപ്പാടിൽ ഒക്കെ പറയട്ടെ. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ നല്ലത് പറഞ്ഞില്ലെങ്കിൽ മോശം പറഞ്ഞാൽ എന്തായിക്കോട്ടെ, പക്ഷേ അതിനുശേഷം ആ വ്യക്തിയുടെ ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഇല്ലാത്തടത്തുകൊണ്ട് നമ്മൾ ആരോട് ചോദിക്കും? രണ്ട് സ്ത്രീകൾ തമ്മിലാണ്, ഒരാളുടെ 2 ഭാര്യമാർ തമ്മിലുള്ള വാഗ്വാദങ്ങളും വാക്ക് തർക്കങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയ്ക്കകത്ത് കൊണ്ടിട്ട് വർത്തമാനം പറഞ്ഞാൽ അതിൽ എന്ത് നീതി ലഭിക്കാനാണ് പോകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഒരു തരത്തിൽ കോൺട്രവേഴ്സി മേക്കിംഗ് ആണ്. ഈ ഒരു ഇതിൻ്റെ ബാക്കി ഫർദർ സംവിധാനങ്ങൾ അറിയേണ്ടത് ഇനി ഈ പറയുന്ന ഓഗസ്റ്റ് നടക്കുന്ന BB ഹൗസിൻ്റെ അകത്ത് ആരൊക്കെ വരും എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കണം. കാരണം ഞാനതൊക്കെ കുറേ കാലം കൊണ്ട് കാണുന്നതാണ്. എനിവേ അങ്ങനെ നമ്മൾ അങ്ങനെ അടച്ചു പറയുന്നില്ല, എങ്കിലും വെയിറ്റ് ആൻഡ് സീ.
നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.